റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. നിലമ്പൂരിൽ NDA സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വീണ്ടും അനിശ്ചിതത്വം. BDJS മത്സരത്തിനില്ല എന്ന വിവരമാണ് വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കാനാണ് നിലവിൽ ധാരണ. എന്നാൽ മത്സരിക്കണമെന്ന പ്രാദേശിക നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. NDA യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, NDA സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ഇക്കുറി ഉണ്ടാകുമോ ഇല്ലയോ? അനിശ്ചിതത്വം തുടരുകയാണല്ലേ VS രഞ്ജിത്ത്? ഡോക്ടർ കുമാർ, തീർച്ചയായും നേരത്തെ BJP നേതൃത്വം മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ആദ്യത്തെ ദൗത്യമായി നിലമ്പൂർ ഏറ്റെടുക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു അവരുടെ ആലോചന. മാത്രവുമല്ല, നിലമ്പൂരിൽ അധ്വാനവും പണവും ഒക്കെ ചെലവാക്കി അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തെ ബാധിക്കും, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കത്തെ ബാധിക്കുമെന്നും ഒരു കണക്കൂട്ടൽ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മത്സരിക്കേണ്ടതില്ല എന്ന് തുടക്കത്തിൽ തീരുമാനിച്ചാണ്. പിന്നീട് 2016 ഇവിടെ മത്സരിച്ച BDJSനോട് ഒരു അഭിപ്രായം ചോദിക്കാം. BDJSന് താല്പര്യമുണ്ടെങ്കിൽ അവർ മത്സരിക്കട്ടെ, അവരെ BJP പിന്താങ്ങി NDA സ്ഥാനാർത്ഥി BDJSൽ നിന്ന് വരട്ടെ എന്നുള്ളതായിരുന്നു ആലോചന. അങ്ങനെ BDJSനോട് മത്സരിക്കാൻ BJP ആവശ്യപ്പെട്ടു. BDJSൻ്റെ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് ഓൺലൈനായി ചേർന്നപ്പോൾ അവിടെയും ഉയർന്ന പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് നിലമ്പൂരിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പല്ല, അതൊരു രാഷ്ട്രീയ നാടകം മാത്രമാണ്. അവിടെ മത്സരിച്ച് അധ്വാനവും പണവും ചെലവഴിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം BDJSൻ്റെ നേതൃത്വവും ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ BJPയുടെയും BDJSൻ്റെയും പ്രാദേശിക നേതൃത്വങ്ങൾക്ക് ഇവിടെ മത്സരിക്കണം. ഇപ്പോൾ കളം ഒഴിഞ്ഞു കടന്നാൽ പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ BJP അപ്രസക്തമായി തീരുകയും BJP ഇവിടെ മത്സരിക്കുന്ന ഒരു പാർട്ടിയല്ല എന്നൊരു പ്രതിച്ഛായ ഉണ്ടാവും എന്നുള്ളതാണ് പ്രാദേശിക നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് പ്രാദേശിക നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം മാത്രമാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ നിലവിലുള്ളത്. BDJSൻ്റെ പ്രാദേശിക നേതാവ്, ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള ഗിരീഷിന് ഒരു സാധ്യത, അദ്ദേഹം മത്സരിക്കാനുള്ളൊരു സാധ്യത പറയുന്നു. അതോടൊപ്പം തന്നെ BJPയും ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരോട് പൂർണ്ണമായും മത്സരിക്കില്ല എന്നൊരു അറിയിപ്പ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവരും ഒരു ചെറിയ പ്രതീക്ഷയിലാണ്. ഇതൊഴിച്ചു നിർത്തിയാൽ NDA യോഗത്തിൽ വരാൻ പോകുന്ന തീരുമാനം BJP NDA സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതായിരിക്കാം. അതാണ് ഇപ്പോഴത്തെ ധാരണ അനുസരിച്ച്. ഇനി പ്രാദേശിക നേതൃത്വത്തെ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ അറിയാനുള്ളത്. BJPയുടെയും BDJSൻ്റെയും സംസ്ഥാന നേതൃത്വം നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ഒഴിവാക്കാൻ, അവഗണിക്കാൻ തന്നെയാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. അപ്പോഴും രഞ്ജിത്ത്, എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി വരില്ലേ? അൻവർ കഴിഞ്ഞാൽ പിന്നീട് നിലമ്പൂരിൽ ചർച്ച ചെയ്യാൻ പോകുന്ന വലിയ രാഷ്ട്രീയ വിഷയമായി മാറില്ലേ? NDAക്ക് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയില്ലെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടുള്ള അടവാണ് എന്ന മട്ടിൽ കാര്യങ്ങൾ വരില്ലേ? കോലീബി പോലെ, മറുഭാഗത്ത് CJP പോലെയുള്ള ആരോപണങ്ങൾ ശക്തമാവില്ലേ? തീർച്ചയായിട്ടും അത്തരമൊരു ചോദ്യത്തിനുള്ള മറുപടി പറയേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ BJPയെ സംബന്ധിച്ച്, BDJSനെ സംബന്ധിച്ച് വലിയൊരു വോട്ട് ബാങ്ക് ഇല്ല. പക്ഷേ BDJS 2011 മത്സരിക്കുന്ന ഘട്ടത്തിൽ ഗിരീഷിൻ്റെ വോട്ട് ഏകദേശം 12,000-ഓളമാണ്. ആ 12,000-ഓളമുള്ള വോട്ട് SNDPക്ക് ഇവിടെ നല്ല ശാഖാ പ്രവർത്തനങ്ങളുണ്ട്, അവരുടെ വോട്ട് ബാങ്ക്. അതുപോലെ തന്നെ ഇപ്പോൾ BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ നിന്നുള്ള ക്രൈസ്തവ വോട്ടുകളുണ്ട്. ഇതൊക്കെ അനിശ്ചിതാവസ്ഥയിലാവും. ഒരു പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടുതലായി BJPയിലേക്ക് ആകർഷിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അത്തരത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ ധാരാളമുള്ള 18% ക്രൈസ്തവ സമൂഹമുള്ള ഇടത്ത് BJP മത്സരിച്ചില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ആ വോട്ട് ബാങ്കിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവും. അത് ആർക്ക് പോകും എന്നതിനെക്കുറിച്ചൊരു മറുപടി BJP തന്നെ പറയേണ്ടി വരും. അത് ആരെ തുണയ്ക്കും എന്നുള്ളതാണ്. ഈ കോലീബി സഖ്യവുമായുള്ള അല്ലെങ്കിൽ CJP സഖ്യം പോലുള്ള ആരോപണങ്ങൾ ഇരുപക്ഷത്തു നിന്നും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെന്ത് മറുപടി പറയും എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ള ആശങ്ക. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്തിന്റെ പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. കാരണം 3 പ്രധാനപ്പെട്ട നിലമ്പൂർ പൊളിറ്റിക്കൽ ബ്രേക്കിംഗുകൾ ഈ മണിക്കൂറിൽ പ്രേക്ഷകർ കേട്ടുകഴിഞ്ഞു.